നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പൂർവമായിട്ട് മുൻപ് പഠിച്ചിരുന്ന അല്ലെങ്കിൽ മുമ്പ് ഒപ്പം പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ കാണുവാനും ആശയവിനിമയങ്ങളോടുകൂടിയും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനുമുള്ളൊരു അവസരം ഉണ്ടായിത്തീരും. എല്ലാ പ്രകാരത്തിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള ചില ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് ഭാഗമായിട്ട് ഒരുപക്ഷെ യാത്രാക്ലേശം വർദ്ധിക്കുന്ന വിഭാഗം ഏറ്റെടുക്കേണ്ടി വരും. വേറെ ചിലർക്ക് വികസിത രാഷ്ട്രത്തിലേക്ക് വിദേശത്തേക്ക് വേണ്ടിയുള്ള ജോലി ഇവിടെ ഇരുന്നുകൊണ്ട്, അതായത് രാത്രി ഉറക്കൊഴിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു ചുമതല ഏറ്റെടുക്കുവാനിടയുണ്ട്. എന്തായാലും ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നത് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗമുള്ളത്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും നൂതന കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ലഭിച്ച ജോലി തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വയ്ക്കുവാനോ ഉപേക്ഷിക്കുവാനോ സാധ്യത കാണുന്നു. വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള പിതൃസ്വത്ത് ലഭിക്കുവാനിടവരും എങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് സഹോദരങ്ങൾക്ക് തന്നെ വിൽപ്പന ചെയ്യുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ധ്രുവീകരണം എന്ന നിലയിൽ വിറ്റുവരവുള്ള വിഭാഗം ഊർജിതപ്പെടുത്തുവാനും മറ്റ് ചില മേഖലകളെല്ലാം തന്നെ വേറെ ചിലവരെ ഏൽപ്പിക്കാനും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കുവാനുമുള്ളൊരവസരം വളരെ ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗമുള്ളത്. ഉദ്യോഗം ഉപേക്ഷിച്ച് വിദേശത്ത് ഉപരിപഠനത്തിന് പരിശ്രമിക്കുന്ന പലർക്കും അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും പാഠ്യപദ്ധതിയുടെ പ്രാരംഭപരമായിട്ടുള്ള ഫീസ് അടയ്ക്കുവാനുമുള്ളൊരു അവസരം വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് യുക്തിപൂർവമുള്ള സമീപനവും മുൻപ് മേലധികാരികളുടെ കീഴ് ജീവനക്കാരനായിട്ട് വിവിധങ്ങളായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു അനുഭവജ്ഞാനവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. സ്വന്തം നിലയിലും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകും വിധത്തിൽ പ്രവർത്തന മണ്ഡലങ്ങൾ കാഴ്ചവെക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. ഗതിവിഗതികൾക്കനുസരിച്ച് തൊഴിൽ മണ്ഡലങ്ങളൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാക്കുവാൻ സാധ്യതയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അഹോരാത്രം പ്രവർത്തിക്കുന്ന ജോലിക്കാർക്ക് ശമ്പളത്തിന് പുറമെ സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനുള്ള സാധ്യത കാണുന്നു. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരും. ഒരുപക്ഷെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കും എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും രേഖാപരമായിട്ട് 2 വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുക എന്ന രേഖ നൽകുകയായിരിക്കും ഏറ്റവും നന്നാവുക. അല്ലാത്ത പക്ഷം 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഏറ്റെടുത്ത ദൗത്യങ്ങളൊന്നും സാഹചര്യങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. തൃപ്തികരമായിട്ടുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ ഒരു വിസ്തൃതിയുള്ള ഒരു ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനോ അല്ലെങ്കിൽ സമീപത്തുള്ള വീട് വാടകയ്ക്ക് എടുക്കുവാനോ സാധ്യത കാണുന്നുണ്ട്. ഉദ്ദേശശ്രദ്ധയോടുകൂടിയതായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. ദേഹസംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും ഒരു പുനരുജ്ജീവനം എന്ന സങ്കല്പത്തിൽ
ആയുർവേദ പ്രകൃതി ചികിത്സകളെല്ലാം തുടങ്ങുവാനൊരവസരം പോലും ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഉള്ള അവസരമുണ്ടാകുന്നത് ആശ്വാസത്തിനും സമാധാനത്തിനും അതിലുപരി സൽകീർത്തിക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. അവധിയെടുത്തുകൊണ്ട് 1-2 ദിവസം പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും ദേവാലയ ദർശനത്തിനും സാധ്യത കാണുന്നുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റൊരു ഉദ്യോഗസ്ഥലത്ത് ഉയർന്ന പദവിയോടുകൂടി ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. ഒരു പക്ഷേ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് മേലധികാരികളുടെ പ്രത്യേക പരിഗണനയിൽ ഒരു വിഭാഗത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ തക്കവണ്ണം വന്നു ചേരുന്ന അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സകുടുംബം വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസമാക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നത് വഴി 3-4 മാസത്തിനുള്ളിൽ തന്നെ പോവാൻ തക്കവണ്ണം നിലവിലുള്ള ജോലിയിൽ നിന്നും രാജിവെക്കുവാൻ സാധ്യതയുണ്ട്. ദുശ്ശീലങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി ഭക്ഷണ രീതിയും സ്വല്പം ആയുർവേദ പ്രകൃതി ചികിത്സകളും യോഗയും പ്രാണായാമൊക്കെ തന്നെ ശീലിക്കുവാൻ സാധ്യതയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കാൻ അവസരം വന്നു ചേരും. അധികൃതരുടെ പ്രത്യേക പരിഗണനയിൽ ചില സാമ്പത്തികമായിട്ടുള്ള മേഖലയുടെ ചുമതലകൾ കൂടി ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലക്ഷ്യബോധത്തോടുകൂടിയതായുള്ള പ്രവർത്തനങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കാനുള്ള സ്വയമേവ സന്നദ്ധതയ്ക്ക് യോഗം കാണുന്നു. പല വിധത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കുന്നതിന് ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും സാധ്യതയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ സമാധാനവും കൃതാർത്ഥതയും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. അറിവുള്ളവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്ക് ഏറ്റവും ഗുണകരമായി തീരുവാനാണ് യോഗം കാണുന്നത്. വിജയശതമാനം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഉദ്ദേശിച്ച വിഷയത്തെ തന്നെ ഉദ്ദേശിച്ച വിദ്യാലയത്തെ തന്നെ ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ഫലപ്രദമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനിടവരുമെങ്കിൽ പോലും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുവാനും ഇടയുണ്ട്. വിൽപ്പനോദ്ദേശത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനിടവരും. മാനസികമായിട്ടുള്ള സംഘർഷം ഉള്ളവർക്ക് ആശ്വാസമേകുന്ന പല ഘടകങ്ങളും വന്നു ചേരുവാനും ഒരുപക്ഷെ ഈശ്വര പ്രാർത്ഥനകളും യോഗയും പ്രാണായാമൊക്കെ തന്നെ ആയിരിക്കും. പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുന്നത് വഴി കുടുംബാംഗങ്ങളുടെ ചുമതലകളും സംരക്ഷണമൊക്കെ തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ വർഷം വളരെയധികം ബുദ്ധിമുട്ടുകൾ തൊഴിൽപരമായിട്ടും അഥവാ സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ അതിജീവിക്കാൻ തക്കവണ്ണം ഭാവിയിലേക്ക് സുരക്ഷിതമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളും അവസരങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുവാനിടയുള്ളത് കൊണ്ട് വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും.
സഹായ മനസ്ഥിതിയൊക്കെ നല്ലതാണെങ്കിലും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങളും മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അത്ര ഗുണകരമല്ല. ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാനും അവരുടെ ജീവിത വഴി തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഉപഭോക്താക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ, ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ അവസരം വന്നു ചേരും. ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥന്റെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുവാൻ അവസരം ഉണ്ടാകുന്നത് വഴി സ്വല്പം മനസ്സിന് സ്വസ്ഥതക്കേടൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഇത് പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ തലമുറകളുടെ വ്യത്യാസമായിരിക്കാം, ആധുനിക സംവിധാനത്തിൻ്റെ അപര്യാപ്തതകളായിരിക്കാം മേലധികാരികളൊക്കെ ഉള്ളത്. എന്തായാലും എല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നത് വഴി മിഥ്യാധാരണകളെല്ലാം തന്നെ ഒഴിവാകുവാൻ ഇടയുണ്ട്. സങ്കല്പത്തിനനുസരിച്ച് ജീവിക്കാനുള്ളൊരവസരം കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും ഈശ്വരാരാധനകൾക്കും വഴിയൊരുക്കുവാനും ഈ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.